ഹലോ, എല്ലാവർക്കും മനീഷ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ മീൻകറിയാണ്. ഈ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ അതിനെ പുളിയും മുളകൊന്നും പറയാറുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുന്നത് സവോള 1 കപ്പ്, വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തത്, ഒരു 2 തക്കാളി, ഒരു 2-3 അല്ലി പച്ചമുളക്, ആവശ്യത്തിന് മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മീന് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. മത്തി, അയല അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ദേ ഇപ്പം ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഇതാ സവോള അരിഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ സവോളയാട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ആയിട്ട് നന്നായിട്ടൊന്ന് വരട്ടുക. പെട്ടെന്ന് വരണ്ടു വരുന്നതിന് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുക്കണം കേട്ടോ. അന്ന് ചെറുതായിട്ട് വരണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളി, പച്ചമുളകും കൂടെ ഇടാം. തക്കാളിയും പച്ചമുളകും കൂടെ ഒരു ചെറിയ തീയിൽ വരട്ടിയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പം നമ്മൾക്ക് ഇതൊന്ന് വരണ്ട് വന്നു കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി പൊടിയും 3 ടീസ്പൂൺ സാദാ മുളക് പൊടിയുമാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് ഞാനൊരു 3 ടീസ്പൂണേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അത് ചെറിയ ഫ്ലെയിമിൽ വേണം. ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് വരട്ടുക. ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ചെറിയ ഫ്ലെയിമിൽ വേണം മസാലകളിട്ട് വരട്ടാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. പുളി ആവശ്യത്തിന് നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. ഇതിൽ നിൽക്കേണ്ടത് ശരിക്കും പുളിയും എരിവും തന്നെയാണ്. നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അതൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും ഈ മീൻകറി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പത്തിനും ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. ഇപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ മീനുകളിട്ടു. ശരിക്കും നമുക്ക് മത്തി, അയല അങ്ങനത്തെ മീനുകളൊക്കെയാണ് കൂടുതൽ ഈ പുളിമുളക് ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് ഒന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലാസ്റ്റ് എല്ലാം തിളച്ച് വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ മീൻകറി റെഡിയായിട്ട് നമുക്ക് അപ്പത്തിൻ്റെയോ ദോശയുടെയോ ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ.